തിരുവല്ല വേങ്ങലിൽ കാറിന് തീപിടിച്ചിട്ടുണ്ട്. 2 പേർ കാറിനുള്ളിൽ പൊള്ളലേറ്റ നിലയിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ സുജു ടി ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. സുജു, ഈ തിരുവല്ലയിൽ എന്താണ് സംഭവിച്ചത്? കാറ് തീപിടിച്ച നിലയിൽ ഉണ്ടായിരുന്നെന്നും അതിൽ 2 മൃതദേഹങ്ങൾ ഉണ്ട് എന്നുമൊക്കെയാണ് പറയുന്നത്. എന്താണ് സംഭവം? അഞ്ജന കേൾക്കാമോ? അഞ്ജന കേൾക്കാം സുജു, പറയാം. അഞ്ജന, ഇന്ന് 1 മണിക്കാണ് പത്തനംതിട്ട തിരുവല്ല വേങ്ങലിൽ കാറിനുള്ളിൽ 2 ആളുകളെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പറഞ്ഞു കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംഭവം വിശദാംശങ്ങളിലേക്ക് ഇനി ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? ഏതായാലും തിരുവല്ല ഫയർഫോഴ്സ് സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ കാറ് പൂർണ്ണമായി കത്തിക്കരിയുകയും അതിന്റെ മുൻ സീറ്റിൽ 2 പേര് കൃത്യമായി ഇരിക്കുന്ന തരത്തിലായിരുന്നു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ അതല്ല മറ്റേതെങ്കിലും തരത്തിലാണോ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വിശദമായ വിവരം ലഭിക്കാനായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ 2 ആളുകൾ ഇപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ 2 ആളുകളെ കണ്ടെത്തിയിരിക്കുകയാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹമാണ് ലഭിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ. ഇനി ഇത് ആരൊക്കെയാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്, അവർ എങ്ങനെയാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ലഭ്യമാകുന്നത് പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്ക് പോകുന്ന മുണ്ടകപ്പാടത്തിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. അവിടെ വെച്ചാണ് ഈ അപകടമുണ്ടായിരുന്നത്. ഇതിൽ 2 പേര് പൂർണ്ണമായി അവരുടെ മൃതശരീരം കത്തിക്കരിയുകയും തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് തിരുവല്ല ഫയർഫോഴ്സ് എത്തി കാറിന്റെ തീ അണയ്ക്കുമ്പോൾ തന്നെ ഇവർ മരണപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഇനിയിപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിക്കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഇനിയും ലഭിക്കേണ്ടത് വിവരങ്ങൾ ഇത് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്, അത് തീ കത്തിയതാണോ അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമാണോ എന്നുള്ള കത്തിയുള്ള കാര്യത്തിലാണ് ഇനി അറിയാനായിട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ സംഭവ സ്ഥലത്തേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളും എത്തിച്ചേരും. അവിടെ എത്തിക്കുമ്പോൾ ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ലഭ്യമാകും. പോലീസ് ഉദ്യോഗസ്ഥരുമായി ഈ കാര്യത്തിൽ നമ്മൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. കാരണം ഈ അപകടം സംഭവിച്ചിട്ട് അധികം നേരമാകുന്നില്ല. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തിരുവല്ലയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു അപകടം തന്നെയാണ്. കാരണം കാറിനുള്ളിൽ 2 പേരെ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുക എന്നത് വളരെ അതീവ ഗൗരവമുള്ളതും വലിയ ഒരു അപകടം തന്നെയാണ്. എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഇനിയും വിവരങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന സാധിക്കുന്നതാണ്. വലിയ ഒരു തീപിടുത്തമാണ് കാറിനുണ്ടായിരിക്കുന്നത്. അതിൽ പൂർണ്ണമായ കാർ കത്തി നശിക്കുന്നു. അതിന്റെ അകത്തുള്ള 2 പേരും അവരുടെ ശരീരവും പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവിടെ സമീപത്തുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ഈ കത്തിക്കരിഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ജനമാണ്. ഇവർ എങ്ങനെയാണ് ഇവിടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ജോഡിയാണ്. എന്തായാലും ഇവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ആളുകൾ ധാരാളം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവല്ല പോലീസും അതുപോലെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘം എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് ഈ കാറിന്റെ തീ പൂർണ്ണമായി അണയ്ക്കുന്നത്. അതിന് ഇപ്പോൾ നമ്മൾ ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇനിയും കടക്കാവുന്നതാണ് അഞ്ജന. ഏതായാലും ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഇപ്പോൾ ഇതിന്റെ പറയാൻ സാധിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെ തന്നെയാണ് അഞ്ജന. സുജു, എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ? ഒരു കാറ് മുഴുവനാണ് കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നത്. അതിലുള്ള 2 പേർ മരിച്ചിരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതൊരു അസ്വാഭാവിക നടപടി എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ഭീകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ആ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാറ് മുഴുവനായി കത്തിക്കരിഞ്ഞ് അതിൽ 2 പേർ മരിച്ചിരിക്കുന്നു. സുജു, എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ? അഞ്ജന, കാര്യങ്ങളിലൊക്കെ ഇനി തന്നെ പോലീസിന്റെ വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഒരു വാഗണർ കാറാണ് പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നത്. KL 27D 6210 എന്ന നമ്പറാണ് ഈ കാറിന്റെ. ഇതിന്റെ ഉടമസ്ഥനടക്കമുള്ളവരെ പറ്റി ഇനി വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ഇപ്പോൾ
ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതീവ ദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ്. 2 ആളുകൾ മുമ്പിൽ അതിന്റെ അവശിഷ്ടം ഉൾപ്പെടെ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടിരിക്കുന്നത്. തിരുവല്ല സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.